ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു എണ്ണൽ സംഖ്യകൾ എത്ര വിധം, അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ പ്രധാനമായും 5 വിധത്തിലുണ്ടെന്ന് പഠിച്ചു. അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഒറ്റ സംഖ്യകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇരട്ട സംഖ്യകളെക്കുറിച്ചാണ്. ഇരട്ട സംഖ്യകൾ 2 മുതൽ തുടങ്ങുന്ന 2, 4, 6, 8 എക്സെട്ര ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ നമുക്ക് ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഒറ്റ സംഖ്യകൾ നമ്മൾ പറഞ്ഞിരുന്നത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 1 കിട്ടും. 4നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 6നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 8നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസം എപ്പോഴും 2 ആയിരിക്കും. ഇനി നമുക്കറിയാനുള്ളത്, ഏതെങ്കിലും 2 ഇരട്ട സംഖ്യയുടെ തുക ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. ഏതെങ്കിലും 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസവും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. ഏതെങ്കിലും 2 ഇരട്ട സംഖ്യയുടെ ഗുണനഫലവും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. അതായത് 2 + 4 ഏതോ 2 അല്ലേ, 2 ഇരട്ട സംഖ്യയുടെ തുക 6, അതൊരു ഇരട്ട സംഖ്യയാണ്. ഇനി 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം കണ്ടു നോക്കാം. ഒരു സംഖ്യ എടുക്കൂ, 10 എടുത്തു, 6 എടുത്തു, ഇവ തമ്മിലുള്ള വ്യത്യാസം 4, അതും ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി ഏതെങ്കിലും 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം കണ്ടു നോക്കാം. 4 ഗുണിക്കണം 6, 6 4 24, അതും ഒരു ഇരട്ട സംഖ്യ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസം 2 ആണ്. അതങ്ങനെ പറയാൻ കാര്യം, നമ്മളുടെ എക്സാമിന് ചോദ്യം വരികയാണ്, ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യയ്ക്ക് x കൊടുക്കണം, രണ്ടാമത്തെ സംഖ്യ x+2 എന്നെടുക്കണം. കാര്യം അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസം 2. അടുത്ത ഇരട്ട സംഖ്യ കിട്ടണമെങ്കിൽ 2 കൂട്ടിയാലേ അടുത്ത ഇരട്ട സംഖ്യ കിട്ടുള്ളൂ. മൂന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ x+4, ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസം എപ്പോഴും 2 ആയിരിക്കും. പിന്നീട് നമ്മൾ പഠിച്ചു ഏതെങ്കിലും 2 ഇരട്ട സംഖ്യയുടെ തുക ഒരു ഇരട്ട സംഖ്യയാണ്. ഏതെങ്കിലും 2 ഇരട്ട സംഖ്യയുടെ വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എപ്പോഴും 8ൻ്റെയും 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും വരുന്നുണ്ട്. അതായത് അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും 4 കൊണ്ടോ 4ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ എന്നതാണ്. അതായത് 4ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ 4 കിട്ടുന്നത് അവയാണ് നമ്മൾ 4ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 1ഉം 4ഉം ഗുണിച്ചാൽ 4ആണ്. 2ഉം 2ഉം ഗുണിച്ചാൽ 4ആണ്. വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ 4 കിട്ടുമോ? ഇല്ല. അപ്പോൾ 4ന് എത്ര ഘടകങ്ങളുണ്ട്? 4 എന്ന് പറയരുത്, 4ന് 3 ഘടകങ്ങളാണുള്ളത്. 1 4 2 റിപ്പീറ്റ് ചെയ്തല്ലേ? ഓക്കെ, അപ്പം 4ന് എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും 4 കൊണ്ടും 4ൻ്റെ ഘടകങ്ങൾ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 കൊണ്ടോ 1 കൊണ്ടോ 2 കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലെന്നർത്ഥം. നമുക്ക് ചെയ്തു നോക്കാം. 2 4 6 8 അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയാണ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയാണ് 4 6. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യയാണ് 6 8. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വർഗം എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ കൊടുക്കുന്നതാണ് 2ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 2ൻ്റെ വർഗം 4ആണ്. 4ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ 16ആണ്. 6ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ 36ആണ്. 8ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ 64ആണ്. അപ്പോൾ അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം കുറയ്ക്കുക. 4ൻ്റെ സ്ക്വയർ 16,
16 നിന്ന് 4 കുറച്ചാൽ 12. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. 6ൻ്റെ സ്ക്വയർ 36, 4ൻ്റെ സ്ക്വയർ 16. 36 16 കുറച്ചാൽ 20 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8ൻ്റെ സ്ക്വയർ 64, 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ നമുക്ക് 14 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 8, 5 നിന്ന് 3 കുറച്ചാൽ 2, 28 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒറ്റ സംഖ്യ ആയപ്പോൾ ഏതുകൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും? 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ 12നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 20നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെ 4 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. ഇവിടെയും 4 കൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും മാറിപ്പോകരുത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും 4 കൊണ്ടോ 4ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുകയുള്ളൂ, നിശേഷം ഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തടുത്തുള്ള രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തെ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് എല്ലായ്പ്പോഴും നിശേഷം ഹരിക്കുവാൻ കഴിയും? ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നു 3, 2, 5, 6. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. അടുത്തടുത്തുള്ള രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തെ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് എല്ലായ്പ്പോഴും നിശേഷം ഹരിക്കാൻ കഴിയും? നമുക്കറിയാം, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളാണെങ്കിൽ 4 കൊണ്ടോ 4ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. ഇത് ഓപ്ഷനിൽ 4 ഇല്ല, എന്നാൽ 4ൻ്റെ ഘടകമായ 2 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ നമ്മൾ 2 എന്ന് എഴുതണം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓപ്ഷനിലൂടെ 6ന് പകരം 8 വന്നെന്ന് വിചാരിക്കാം, എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റുമായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെ വരണം? ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. അപ്പോൾ രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും 4 കൊണ്ടോ 4ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ നിശേഷം ഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏതാണ് ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ? ഏറ്റവും ചെറിയ, നമ്മൾ ഇരട്ട സംഖ്യയുടെ ചെറുതും വലുതും പറയാൻ മറന്നുപോയി അല്ലേ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2 ആണ്. ഏറ്റവും ചെറിയ 2 അക്ക ഇരട്ട സംഖ്യ 10 ആണ്. ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യ 100 ആണ്. ഇനി വലുത് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരക്ക ഇരട്ട സംഖ്യ 8 ആണ്. ഏറ്റവും വലിയ ഒരക്ക ഇരട്ട സംഖ്യ 8 ആണ്. 9 ഒറ്റ സംഖ്യയാണ്. ഏറ്റവും വലിയ 2 അക്ക ഇരട്ട സംഖ്യ 98 ആണ്. ഏറ്റവും വലിയ 2 അക്ക ഇരട്ട സംഖ്യ 98 ആണ്. ഏറ്റവും വലിയ 3 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 998 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. പക്ഷെ ചോദിച്ചത് ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയാണ്. 9 ഇരട്ട സംഖ്യയല്ല, ഇവിടെ 8 എഴുതിയാലേ ഇതാണ് ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ 4 അക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യയും. ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ 3 അക്ക ഇരട്ട സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പരസ്പരം കുറയ്ക്കാം. ഇവിടെ 0 ആയതുകൊണ്ട് 8 ഇറക്കി എഴുതി, 0 ആയതുകൊണ്ട് 9 ഇറക്കി എഴുതി. 9 നിന്ന് 1 കുറച്ചാൽ 8 കിട്ടി, 9 ഇറക്കി എഴുതി. ആൻസർ 98 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.